ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നി വാങ്ങിയതാണ്. ഈ കിൻഡറിൻ്റെ തന്നെ ഐസ്ക്രീം ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ് ആയി. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമാണ്. പക്ഷേ സംഭവം ഇത് ഐസ്ക്രീം അല്ലായിരുന്നു, ഇത് കൈൻഡ് ഓഫ് കേക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ക്രീമിന് കുറച്ച് തണുപ്പ് കൂടുതലൊക്കെ ഉണ്ട്. ഇത് ഉണ്ടായിരുന്നത് റെഫ്രിജറേറ്ററിൻ്റെ ആ ഏരിയയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഐസ്ക്രീം ആയിരിക്കും എന്നുള്ള രീതിയിൽ. ഫ്രീസറിലാണ് വെക്കണത്, എന്നാലും ഇത് ഞാൻ വിചാരിച്ചു ഐസ്ക്രീമാണെന്ന്. പക്ഷേ ഞാൻ എന്തായാലും എന്താ പറയുക മിൽക്ക് സ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഐസ്ക്രീം ആയിരിക്കും എന്നോർത്ത് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. എന്തായാലും ഇത് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് കിൻഡറിൻ്റെ ആ ചോക്ലേറ്റ് ആണ് ഒന്നും കൂടി ഇഷ്ടം. ഇത് കുഴപ്പമില്ല, ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഫില്ലിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ എന്ത് സാധനമാണെങ്കിൽ പുറത്ത് കൊടുത്തിരിക്കുന്ന പിക്ചർ പോലെ തന്നെയായിരിക്കും ഉള്ളിലുള്ള സാധനവും. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി കേക്ക് പുറത്തെ ആ കേക്കിന് ഒരു ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിലത്തെ ആ ഫില്ലിങ്ങിന് നല്ല മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും പിന്നെ കിൻഡറിൻ്റെ ചെറിയൊരു ഫ്ലേവറും വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റ് കിൻഡറിൻ്റെ ചോക്ലേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ കേക്ക് അത് എവിടെ എത്തിയിട്ടില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു.